ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ചിക്കൻ്റെയും ബീഫിൻ്റെയും കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നാൽ മുട്ട കൊണ്ടൊരു കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ പെട്ടെന്ന് 5 മുട്ട പുഴുങ്ങാൻ വെച്ചോളൂ കേട്ടോ. അപ്പോഴേക്കും നമുക്കതിന് വേണ്ട കൂട്ടങ്ങ് തയ്യാറാക്കി വെക്കാം. കൊണ്ടാട്ടം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ? ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നതുകൊണ്ടാണ് ഇതിനെ കൊണ്ടാട്ടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 വറ്റൽമുളക് ക്രഷ് ചെയ്തതും ക്രഷ് ചെയ്യാത്ത 2 വറ്റൽമുളകും കൂടി ഇതിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവോള ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഇളക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുകയാണ്. ഉപ്പ് എന്തിനാ ആഡ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ, സവോള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ സവോള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇനി കുറച്ചും കൂടി ഒന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിട്ട് അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണം കൂടി ഒന്ന് മാറിക്കിട്ടുമ്പോൾ നമുക്ക് മറ്റു പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്, നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ 2 പിടി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കുകയാണ്. തേങ്ങ ചൂടാക്കി ഒന്ന് എടുത്താൽ മതിയാകും, അങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ എരിയും പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല ഒരു സൂപ്പർ ടേസ്റ്റിലേക്ക് നമ്മുടെ മുട്ടക്കൊണ്ടാട്ടം റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ പുഴുങ്ങാൻ വെച്ച മുട്ട ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്ത് മഞ്ഞക്കുരുവും വെള്ളയും ഒക്കെ സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുകയാണ്. ഇളക്കുമ്പോൾ ഒരുപാടങ്ങ് സ്പീഡിലിട്ട് ഇളക്കരുത്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കാം. അങ്ങനെ നമ്മുടെ മുട്ടക്കൊണ്ടാട്ടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഒക്കെ ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.